നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. യൂറോ കോപ്പയൊക്കെ അങ്ങ് ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ തന്നെ ജർമ്മനിയിലും ഒക്കെ അതിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇങ്ങി കൊച്ചു കേരളത്തിലും അതിൻ്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ നടക്കുകയാണ്. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്നത് ഒരു ഫുട്ബോളിന്റെ നഗരമാണ്. ഫുട്ബോളിന് അത്രത്തോളം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ ഒരു നഗരം കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഫുട്ബോളും കാൽപന്ത് കളിയുടെ ആവേശം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലെത്തിക്കുന്ന ഒരു നഗരം കൂടിയാണ്, ഒരു ജില്ല കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് നമ്മുടെ സോണലുണ്ട്, അവിടുത്തെ ആരാധകരുടെ ആവേശം നമുക്ക് എത്തിക്കാൻ. യൂറോ കപ്പ് കിരീട പോരാട്ടത്തിന്റെ ആവേശം മലപ്പുറത്തുമുണ്ട്. മത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മലപ്പുറത്തെ കായിക പ്രേമികളും വളരെ ആവേശത്തിലാണ്. മലപ്പുറത്തെ ആരാധകരുടെ ആവേശം നമ്മളിലേക്ക് എത്തിക്കാൻ സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, യൂറോ കോപ്പയുടെയും അതായത് യൂറോ കപ്പിന്റെയും കോപ്പ അമേരിക്കയുടെയും ഫൈനലുകൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഫൈനലിൽ എത്തിയിട്ടുള്ള ഈ 4 ടീമുകൾക്കും ആരാധകരുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളം. അത് മാത്രമല്ല, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം. അപ്പോൾ മലപ്പുറത്ത് എന്തൊക്കെയാണ് മലപ്പുറത്തെ ആരാധകർക്ക് എന്താണ് പറയാനുള്ളത്? പ്രധാനമായി പറയേണ്ടത്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കനത്ത മഴയാണ് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ പോലും എല്ലാവരും ആ കളിയുടെ ആവേശത്തിൽ ടർഫിൽ ഒത്തുകൂടുന്നൊരു കാഴ്ച അത് മലപ്പുറത്ത് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ കായിക പ്രേമികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ ഫൈനൽ വരാൻ പോകുന്നു, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്, എങ്ങനെ നോക്കിക്കാണാം? രാത്രി 12:30 കളിയിൽ ഇംഗ്ലണ്ട് കപ്പടിക്കും, രാവിലത്തെ കളിയിൽ കൊളംബിയയും ജയിക്കും. അതൊരു ബ്രസീലിയൻ ഇതാണ്, വേറെ ഒന്നുമില്ല. യാഥാർത്ഥ്യം. പിന്നെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താ വെച്ചാല്, ഡിമരിയ, മെസ്സി ഒരു പക്ഷേ ഈ കോപ്പ അമേരിക്കയോട് കൂടി വിരമിച്ചേക്കാം, ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അർജന്റീനിയൻ പ്ലേയേഴ്സിന് ആ ഒരു മനസ്സിൽ അത് കളി കഴിയുന്നത് വരെ ഉണ്ടാവും. അത് മുമ്പ് കണ്ട വേൾഡ് കപ്പിലും ഫൈനൽസ്മേലും കോപ്പ അമേരിക്ക അത് കണ്ടതാണ്, എത്രത്തോളാണ് അർജന്റീനന്റെ ആവേശം എന്നുള്ളത് പ്ലേയേഴ്സിന്റെ. എന്താണെന്ന് വെച്ചാൽ കൊളംബിയക്ക് ഒന്നും പേടിക്കാനില്ല, പക്ഷെ പ്രതിരോധിക്കുന്ന പറയുന്നത് കൊളംബിയക്കാണ് പേടിക്കേണ്ടത്. അർജന്റീനയ്ക്ക് ഒന്നും ഇനി പേടിക്കാനില്ല എന്നുള്ളതാണ്. എല്ലാം നേടിയവരാണ്. മെസ്സി നേടിയതാണ്, ഡിമരി നേടിയതാണ്. ഇനി ആര് കാണിക്കാനുള്ളത്? ഒന്നുമില്ല. തീർച്ചയായിട്ടും നാളത്തെ മത്സരം ഇവരൊക്കെ പറഞ്ഞത് കൊളംബിയ ജയിക്കുന്നുള്ളത് അതൊരു അർജന്റീനിയൻ വിരോധം കൊണ്ട് മാത്രമാണ്. നാളത്തെ പുലരി അത് അർജന്റീനയുടേതായിരിക്കും. അത് കൊളംബിയൻ ആയിരിക്കും. അതിന് അത്യാവശ്യം നല്ല സ്കോഡുണ്ട്, നല്ല ടീമുണ്ട്, നല്ല കളിയും കളിക്കുന്നുണ്ട്. അർജന്റീന വെറും കണ്ടം കളി കളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേൾഡ് കപ്പിലും കോപ്പ അമേരിക്കയിലും മുമ്പ് കണ്ട ഫോമിൽ അർജന്റീന ഇതുവരെ കഴിഞ്ഞ ഒരു മത്സരം കളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ അറിയാം. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഫൈനലിനെ എത്രത്തോളം സീരിയസോടുകൂടിയാണ് കാണുക എന്നുള്ളത് അത് നാളെ മനസ്സിലാക്കി തരും അർജന്റീന ടീം. ഇഷ്ടംപോലെ യുവതാരങ്ങളുണ്ട്. വന്നിരുന്നു അർജന്റീന, ബ്രസീൽ വന്നിരുന്നു. ബ്രസീല് ഇത്തരം ഫോമിൽ കളിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇപ്രാവശ്യത്തെ കോപ്പ അമേരിക്ക ഒരിക്കലും ആരും ഞങ്ങൾക്ക് കിട്ടിയില്ല. അല്ല, ഞങ്ങൾക്ക് ബ്രസീൽ മോശം ടീമാണ് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നല്ല ടീമാണ്, പലതും സംഭവിക്കുക, നല്ല ടീമാണ്. പക്ഷെ ഈ ഫോമിൽ തുടർന്നാലേ ഞങ്ങൾക്ക് പോലും വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കോപ്പ അമേരിക്ക ഇപ്രാവശ്യം ഞങ്ങൾക്ക് സീരിയസോട് കൂടി നോക്കി കാണാനേ കഴിഞ്ഞിട്ടില്ല. ഇത്രയും സിമ്പിളായിട്ട് ഒരു സൈഡിലൂടെ ഞങ്ങൾ പോകണം. ആ ഓപ്പോസിറ്റ് സൈഡിൽ ഫൈനലിൽ ബ്രസീൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്നും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ മലപ്പുറക്കാർ. പ്രത്യേകിച്ച് അത് നല്ല ആവേശമുള്ള ടൂർണമെന്റായി വരണം. പക്ഷെ അതിന് ബ്രസീൽ ഈ കോലത്തിലായി കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ ചെയ്യാം? ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. എടുത്തു പറയേണ്ട കാര്യം, ബ്രസീൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ ഒരു മോശം അവസ്ഥയിലാണ്. കാരണം 4 മാച്ച് മുന്നിൽ വന്നിട്ട് ആകെ ഒരു വിജയം മാത്രമുള്ള അവർക്ക്. എത്രയോ പടി മുകളിലാണ് അർജന്റീനന്റെ പെർഫോമൻസ്. എന്നും ഒരു പടി മേലെ ബ്രസീൽ തന്നെ. ഞാൻ പറയട്ടെ, അർജന്റീന കളിയുടെ കാര്യത്തില് അർജന്റീന കളിനെ ഇന്ന് സെമി ഫൈനൽ വരെ സീരിയസ് ആയി നോക്കി കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഫുട്ബോൾ പ്രേമിയാണ് ഞാൻ. കാരണം അത്തരത്തിലുള്ളൊരു പെർഫോമൻസേ കാഴ്ചവെച്ചിട്ടുള്ളൂ. പക്ഷെ നാളത്തെ മത്സരം ഫുട്ബോള് ഫൈനൽ എന്താണെന്നുള്ളത് അർജന്റീന കാണിച്ചു തരും. ഡിമറിയയ്ക്ക് വേണ്ടി ഒരു കപ്പ് എന്തായാലും വേണ്ടി കപ്പ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഡിമരി എല്ലാം നേടിയവനാണ്. പക്ഷെ ഒരു യാത്രയപ്പിനൊരു മധുരമാണല്ലോ, അത് തീർച്ചയായിട്ടും നാളെ ഞങ്ങൾ ടീം നേടിക്കൊടുക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അത്രേ ഉള്ളൂ. ഡിമേരിക്ക് ഇനി ഫുട്ബോളിൽ മെസ്സിക്കോ ഫുട്ബോളിൽ ഇനി ഒന്നും കാണിക്കാനില്ല. എന്താണ് കഴിഞ്ഞ 3 ഫൈനലിൽ സ്കോററാണ് ഡിമരിയ. നാളെയും അത് ആവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിൽക്കണം. ആയിക്കോട്ടെ, എങ്കിലും അത്
ഫുട്ബോള് കൊളംബിയ മോശം ടീമായിട്ട് നമ്മൾ കാണുന്നില്ല. നല്ല ടീമാണ്, നല്ല പെർഫോമൻസ് ആണ്. ഇപ്രാവശ്യത്തെ കോപ്പയിലെ ഏറ്റവും മികച്ച ടീം കൊളംബിയ തന്നെയാണ് എന്നുള്ള ഇത് തന്നെയാണ് ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയാൽ. കോപ്പയെന്ന് യൂറോക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലം ഒരു ക്ലാസ് മത്സരം ഇന്ന് രാത്രി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം ഇംഗ്ലണ്ടും അതുപോലെ തന്നെ സ്പെയിനും തമ്മിൽ, സ്പെയിനിലൊക്കെ യുവനിര ഇങ്ങനെ ചോര തിളച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്താണ് പറയാനുള്ളത്? അത് സ്പെയിൻ പറഞ്ഞാൽ എന്നും ഇംഗ്ലണ്ട് ഭാഗ്യമില്ലാത്തൊരു ടീമായിട്ട് പോകുന്നത്. എന്നും നല്ല യൂറോപ്യൻ, നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് ഏറ്റവും നല്ല ലീഗ്. അതിൽ നല്ല നല്ല എല്ലാ ടീമിലും നോക്കിയാലും ഇംഗ്ലണ്ടിൻ്റെ പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സാണ്. പക്ഷേ ഇത്തരത്തിൽ യൂറോപ്പ് വരുമ്പോൾ ഫൈനലിലും സെമിയിലും ക്വാർട്ടറിലൊക്കെ പൊട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. ഇന്ന് കപ്പടിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, പക്ഷേ സ്പെയിൻ ഒട്ടും മോശക്കാരല്ല. കാരണം നമ്മൾ ഫ്രാൻസിനായിട്ടുള്ള ആ യുവനിര നമ്മൾ കണ്ടതാണ്, ഞെട്ടിക്കുന്ന പെർഫോമൻസാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഫൈനൽ നമുക്ക് ഇപ്രാവശ്യത്തെ യൂറോ കാണാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. റിസൾട്ട് എനിക്ക് തോന്നുന്നത് സ്പെയിനിന് വരുമെന്നുള്ളതാണ് ആ ചാൻസ്. ഇംഗ്ലണ്ടിന്റെ ദിവസമാണ്, ഇംഗ്ലണ്ട് സാക്കേന്റെ ദിവസമാണ്. അപ്പോൾ കോച്ചിനൊക്കെ ഉൾപ്പെടെ ആദ്യകാലങ്ങളിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടു. പക്ഷേ കൃത്യമായിട്ടുള്ള ടാക്ടിക്കോട് കൂടിയിട്ട് പ്രാവശ്യം ഇംഗ്ലണ്ടിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കപ്പിലേക്കുള്ള ഒരു യാത്ര, ആദ്യ കപ്പ് എന്നുള്ളതിലേക്കുള്ള ഒരു യാത്രയായിരിക്കും. തീർച്ചയായും ഇപ്രാവശ്യത്തെ യൂറോ കപ്പിലെ വിന്നർ ഇംഗ്ലണ്ട് തന്നെ ആയിരിക്കും. സാക്ക പെർഫോമൻസ് ചെയ്യും, ഈസി ഷുവറാ. ഓക്കെ. അപ്പോൾ എന്തായാലും മലപ്പുറത്തെ ഒരു സ്ഥിതി നമുക്ക് കണ്ടതിൽ നിന്നറിയാം, എല്ലാവരും വലിയ ആവേശത്തിലാണ്. യൂറോയുടെ ഒരു ക്ലാസ് ഫൈനൽ കാണാൻ വേണ്ടിയുള്ള ഒരു ആവേശമാണ്.